ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ലാവണ്യ അവിടെ താമസിക്കാമെന്ന കാര്യം നാട്ടുകാർ മുഴുവൻ അറിയുകയാണ്. അപ്പോൾ ആ നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിൽ കുശുമ്പ് മൂത്ത കുറേയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ വന്ന് ഈ മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, അല്ല ചേച്ചി, ഞങ്ങളൊരു കാര്യം അറിഞ്ഞായിരുന്നല്ലോ, ഇങ്ങനെ കല്യാണത്തിന് മുമ്പ് ഒരു പെണ്ണ് ഈ വീട്ടിൽ വന്ന് താമസിക്കാൻ പോകുന്നതെന്നും അതിനു വേണ്ടി ഈ നമ്മുടെ അശ്വിന് വേണ്ടി വ്രതം എടുത്തെന്നും അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞല്ലോ ചേച്ചി. ഇതൊക്കെ നാട്ടുനടപ്പാണോ? ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അത് വളരെ മോശമായ കാര്യമാണ്. അങ്ങനെ കുടുംബത്തെക്കുറിച്ച് അനാവശ്യങ്ങളെല്ലാം പറയുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മനോരമ വിട്ടുകൊടുക്കുമോ? മനോരമയാണെങ്കിൽ ഭയങ്കര പൊട്ടിച്ചിരി. അത് ശരിയാണ് ചേച്ചി, ചേച്ചിയുടെ കാര്യം ആലോചിക്കുമ്പോഴും അങ്ങനെ ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ, ഈ ചേച്ചിക്ക് ഒറ്റൊരു മോനേ ഉള്ളു. പക്ഷേ ആ മോനെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ഭർത്താവൊക്കെ മരിച്ചു പോയായിരുന്നു. ആ ഭർത്താവ് മരിച്ചു പോയപ്പോഴും ഈ മകന് വേണ്ടിയാണ് ഈ ചേച്ചി ജീവിച്ചത്. നാട്ടുകാരൊക്കെ ഒരുപാട് പറഞ്ഞു വേറൊരു കല്യാണം കഴിക്കാൻ വേണ്ടി. ഞാൻ വേറൊരു കല്യാണം കഴിക്കില്ല, എൻ്റെ ജീവിതം മുഴുവനും ഇവർക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇവരങ്ങനെ ജീവിച്ചത്. പക്ഷേ എന്താണ് സംഭവം ഉണ്ടായതെന്ന് അറിയാവോ എന്നും പറഞ്ഞുകൊണ്ട് ഇതിന് കഥ തുടരുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതി നേരെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും പ്രീതി വന്നിട്ട്, അയ്യോ ശ്രുതി, നീ എന്താ ഇവിടെ ഇരിക്കുകയാണോ? എന്താ ശ്രുതി എന്നൊക്കെ എന്നെ ചോദിക്കണം. എന്ത് പറ്റി? ഒന്നുമില്ല ചേച്ചി, ഒന്നുമില്ല. അല്ല, നീ വല്ലാതെ ടയർഡായിട്ടാണ് ഇരിക്കുന്നത്. ചേച്ചി, നമുക്കേ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോകണം. നാട്ടിലേക്ക് പോകാനോ? അല്ല, നിന്നെ ഞാൻ ഫോൺ വിളിച്ചായിരുന്നല്ലോ, അണ്ട് ഫോൺ എവിടെ? ചേച്ചി, അത് പിന്നെ ഫോൺ പോയെന്നോ? എങ്ങനെ ഫോൺ പോയെന്ന്? നീ എന്തൊക്കെയാണ് പറയുന്നത് ശ്രുതി? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഫോൺ പോയ കാര്യങ്ങളെല്ലാം അവിടെ ആലോചിക്കുകയാണ്. അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. ചേച്ചി, ഫോൺ പോയി, അത്രയേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് നാട്ടിലേക്ക് പോകണം. ഈ നാട്ടിൽ എനിക്ക് മടുത്തു ചേച്ചി, അതുകൊണ്ടാണ് പറയുന്നത്. നാട്ടിലേക്ക് പോയേ മതിയാവുള്ളൂ. നമുക്ക് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ പ്രീതിക്ക് എന്തോ അപാകത തോന്നുകയാണ്. ശ്രുതിക്ക് ഇത് എന്ത് പറ്റി പെട്ടെന്ന് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചാണ് നമ്മുടെ പ്രീതി നിൽക്കുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മനോരമ പറഞ്ഞു തുടങ്ങിയാണ്. അങ്ങനെ ഈ മകനാണെങ്കിലേ ചെന്നൈയിലേക്ക് ജോലിക്ക് പോയി. ജോലിക്ക് പോയപ്പോഴല്ലേ രസം, അവിടെ ഒരു തമിഴത്തി പെണ്ണിനുമായിട്ട് ലൈനായി. അങ്ങനെ ആ തമിഴത്തി പെണ്ണിനെ കെട്ടണമെന്ന് ഒരേ വാശി. പിന്നെ ഈ ചേച്ചിയാണെങ്കിൽ കുറേ പറഞ്ഞു നോക്കി, കല്യാണം വേണ്ട വേണ്ട, ഇത് നമുക്ക് ശരിയാവില്ലെന്നൊക്കെ. പക്ഷേ എവിടെ നിന്ന് കേൾക്കാനായിട്ട്? പിന്നെ ഈ കല്യാണത്തിന് സമ്മതിക്കല്ലാതെ ഈ ചേച്ചിക്ക് വേറൊരു വഴിയുണ്ടായില്ല. അതല്ലേ രസം. ഈ ചെക്കനേക്കാലം 3-4 വയസ്സിന് മൂത്തതാണ് പെണ്ണ്. ഇപ്പോ അമ്മ ഏതാണ്, മരുമോൾ ഏതാണ്, മകൻ ഏതാണ് എന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ ചേച്ചി ഇരിക്കുന്നത്. ഭയങ്കര കഷ്ടമാണ്. അപ്പം എല്ലാവർക്കും ആകെ ചിരി സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ഇവരാണെങ്കിൽ പിന്നെ നമുക്ക് പോകാം. അയ്യോ, പോകാൻ വരട്ടേന്നേ, ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. പിന്നെ ഇവരെക്കുറിച്ച് വേറൊരു കാര്യം അറിയണ്ടേ, ഇവരുടെ മോളുടെ കാര്യത്തെക്കുറിച്ച്. അതൊക്കെ പിന്നീട് സംസാരിക്കാമല്ലോ. ഞങ്ങൾക്ക് ഏതായാലും പോയാൽ മതിയാളൂ, വാ, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് അടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം നമ്മുടെ ശ്യാമാണെങ്കിൽ, ദേ ഏതായാലും നന്നായി മനോരമാൻ്റെ, ഇവിടുത്തെ ഹീറോ ആരാണെന്നറിയാവോ? ശരിക്കുള്ള ഹീറോയോ? വാട്ട് യു മീൻ എന്നൊക്കെ എന്നെ ചോദിച്ചു നോക്കിയാണ്. അപ്പോൾ ഇതിട്ട് കഴിയുമ്പോഴേക്കും അതേന്നേ ഹീറോ, ആ ഹീറോ മനോരമാൻ്റെ തന്നെയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനോരമ കുറച്ച് ഗമയൊക്കെ കാണിക്കുകയാണ്. അതെ ആൻറ്റി തന്നെയാണ്. കാരണം അവർക്ക് തക്ക മറുപടി തന്നെയല്ലേ കൊടുത്തത്. ദേ വാലും പൊക്കി ഓടുന്നത് പോലെയല്ലേ ഓടിയത്. ഇനി അവർ തിരിച്ച് ഇങ്ങോട്ട് വരില്ല, ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരില്ല. അതാണ് മനോരമ ആൻറ്റി എന്നും പറഞ്ഞ് ഇവരിങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതി എന്തൊക്കെയും ഇങ്ങനെ ആലോചിച്ച് കട്ടിലിരിക്കുകയാണ്. കട്ടിലിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും പ്രീതി വന്നിട്ട്, ശ്രുതി നിനക്കിത് എന്താ പറ്റിയത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ലേച്ചി, ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ നീ പെട്ടെന്ന് നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞത്? ചേച്ചി, ഞാൻ പറഞ്ഞല്ലോ, ഈ നാടെനിക്ക് വെറുത്തു. ഇനി ഈ നാട്ടിൽ നിന്ന് ശരിയാവില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നാട്ടിൽ പോകണം. നാട്ടിൽ പോയാൽ മാത്രമേ സമാധാനം ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ അമ്മ ഇതെല്ലാം കേൾക്കുകയാണ്. എനിക്ക് നാട്ടിൽ പോകാൻ വേണ്ടി ഇപ്പം തന്നെ ട്രാവൽ ഏജൻസി വിളിച്ച് ബുക്ക് ചെയ്യണം എന്നും പറഞ്ഞ് ശ്രുതിയുടെ ഫോൺ അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് ശ്രുതി മനസ്സിലാക്കുന്നത് ഫോണിലല്ലോ നമ്മുടെ അശ്വിൻ ഫോണ് എറിഞ്ഞ് തല്ലി പൊട്ടിച്ചല്ലോ. അപ്പോൾ അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആകെ ടെൻഷൻ കൂടുകയാണ്. അങ്ങനെ അമ്മായി വന്നിട്ട്
ശ്രുതി, നീ എന്തൊക്കെയാ ശ്രുതി പറയുന്നത്? നീ ഇപ്പം നാട്ടിലേക്ക് പോവുകയാണോ? എന്താ ശ്രുതി, ഈ അമ്മായിയെ വിട്ട് പോവുകയാണോ ശ്രുതി? ദേ, നിങ്ങളൊക്കെ വഴക്ക് കൂടാൻ നേരത്തെ ഞാൻ എന്തൊക്കെയോ കഠിനമായിട്ട് വഴക്കൊക്കെ പറയും എന്ന് വിചാരിച്ച് നിങ്ങളോട് എനിക്ക് സ്നേഹമില്ലെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും വിചാരിക്കില്ലേ ശ്രുതി. ദേ, നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ വന്ന് ഇവിടെ നിൽക്കാൻ നേരത്ത് എൻ്റെ അടുത്ത് നിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അമ്മയും അച്ഛനും കൂട്ടിക്കൊണ്ടു പോകാൻ വരാൻ നേരത്തെ എൻ്റെ സാരിപ്പുറകിൽ ഒളിക്കുമായിരുന്നു നിങ്ങൾ രണ്ടുപേരും. ഇപ്പോൾ ഇവിടെ നിൽക്കണ്ടെന്നാണോ പറയുന്നത്? ദേ, അങ്ങനെയൊന്നും പറയരുത്. എനിക്കിവിടെ ആരാ ഉള്ളത്? നിങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ വീടിന് കുറച്ച് ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാവുന്നത്. അത് വേണ്ടെന്നാണോ പറയുന്നത് ശ്രുതി മോളെ? ദേ, അതും ഞാൻ സന്തോഷിക്കേണ്ടെന്നാണോ പറയുന്നത്? ഇത് കേട്ട നമ്മുടെ ശ്രുതിയാണെങ്കിൽ അതുകൊണ്ടൊന്നും അല്ല അമ്മായി, പക്ഷേ ഈ വീട്ടിൽ നിൽക്കാൻ ഇനി ഈ നാട്ടിൽ നിൽക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല അമ്മായി. അതുകൊണ്ട് വീട്ടിൽ പോയേ മതിയാവുള്ളൂ. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്ക് എനിക്ക് പോകണം. അമ്മായി ആ ഫോണും തന്നെ, ഞാൻ ബുക്ക് ചെയ്യട്ടെ. അപ്പോൾ അമ്മയ്ക്ക് ഫോൺ കൊടുക്കാൻ മടി. അമ്മയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ശ്രുതി ഫോണ്. എന്നിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യാണ് ഫോൺ വിളിക്കാൻ വേണ്ടി തന്നെ. വല്ലാത്തൊരവസ്ഥ തന്നെയാണ് നമ്മുടെ ശ്രുതി. പ്രീതിക്കും അതേപോലെ തന്നെ ഈ അമ്മായിക്കും ആണെങ്കിൽ ആകെ പേടി തോന്നുകയാണ്. ഇനി എന്താ സംഭവിക്കാൻ പോലെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ നമ്മുടെ മനോരമയെ ഇങ്ങനെ കൂടുതൽ കൂടുതൽ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്യാമ. അപ്പോൾ മനോരമയോട് ഈ മുത്തശ്ശിയാണെങ്കിൽ മനോരമ പറഞ്ഞതൊക്കെ ഓക്കെ, പക്ഷേ അവർ പറഞ്ഞതിൽ ശരിയില്ലേ? അപ്പോൾ മനോരമ എന്ത് ശരി, എന്ത് ശരിയെന്നാണ് അമ്മ ഈ പറയുന്നത്? അവർ പറഞ്ഞതിൽ എന്ത് ശരി? അതെ, ശരിയുണ്ട്. കാരണം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വീട്ടിൽ ഒരു പെണ്ണ് വന്ന് കയറി താമസിക്കാന്നൊക്കെ പറഞ്ഞാൽ അതിൽ ശരികേടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. നാട്ടു നടപ്പാണോ ഈ നടക്കാനായിട്ട് പോകുന്നത്? അപ്പോൾ നമ്മുടെ അഞ്ജലിയാണെങ്കിൽ അതെ അതെ, അതല്ലെങ്കിൽ ശരി തന്നെയാ. നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. ഒരു പെണ്ണ് ഇവിടെ താമസിക്കാന്നൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അത് വല്ലാത്ത മോശം ഏർപ്പാടാണെന്നും പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു മോശം ഏർപ്പാടുമില്ല. പിന്നെ അശ്വിൻ്റെ ആഗ്രഹമല്ലേ, അവിടെ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. പിന്നെ നമ്മൾ നാട്ടുകാരുടെയും ഒക്കെ വാക്കും കേട്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ കുറേ സംഭവിക്കും. ആ കാര്യത്തിൽ മനോരമാൻ്റെ പറഞ്ഞതിലും സത്യമൊക്കെ ഉണ്ടേ എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ ശ്യാമം. അപ്പോൾ ശ്യാമനാണെങ്കിൽ ആകെ ടെൻഷനാണ്. എങ്ങനെയെങ്കിലും ഈ അശ്വിനെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിച്ചിട്ട് നേരെ അങ്ങോട്ട് ശ്രുതിയുടെ അടുത്തേക്ക് ചെന്ന് ശ്രുതിയെയും പാട്ടിലാക്കണം. ഇതാണ് ഈ ശ്യാമിൻ്റെ മനസ്സിലെയും ആഗ്രഹം. അങ്ങനെ ശ്യാമം ഓരോ കാര്യങ്ങൾ സംസാരിക്കണം. അപ്പോഴാണ് നമ്മുടെ അശ്വിൻ്റെ വരവ്. അപ്പോൾ അശ്വിൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അശ്വിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിൽ അശ്വിൻ ഞങ്ങൾക്ക് ചില കാര്യങ്ങളെല്ലാം നിന്നോട് സംസാരിക്കാനുണ്ട്. അപ്പോൾ ചേച്ചിയും പറയുകയാണ് അശ്വിനെ കുഞ്ഞാ നീ ഇവിടെ നിന്ന് നിന്നോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് അശ്വിനാണെങ്കിൽ എന്നോടിപ്പോൾ ഒന്നും സംസാരിക്കണ്ട, എനിക്ക് കേൾക്കാനൊന്നും താല്പര്യമില്ല, എനിക്ക് ഒന്ന് റെസ്റ്റ് എടുക്കണം, ഞാൻ ആകെ ടയേർഡായിട്ടാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് റെസ്റ്റ് എടുത്തേ മതിയാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനോട് കയറി പോവുകയാണ്. അപ്പോൾ മനോരമയാണെങ്കിൽ കണ്ടില്ലേ, ദേ അശ്വിൻ മോൻ പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ? അപ്പോൾ ആ പറഞ്ഞതിന് അർത്ഥം എന്താ? നമ്മളെ ഇഷ്ടമല്ലാതായി, നമ്മുടെ ടോക്ക് കേൾക്കാനായിട്ട് അവന് സാധ്യമല്ല, അതുകൊണ്ടാ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പോകാനുള്ള കാരണം. ഇപ്പം മനസ്സിലായില്ലേ? അങ്ങനെ അശ്വിൻ റൂമിലേക്ക് ചെല്ലുകയാണ്. റൂമിലേക്ക് ചെന്നപ്പോഴും ശ്രുതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അശ്വിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ആകെ സങ്കടം തോന്നുകയാണ്. അങ്ങനെ നമ്മളെ ശ്രുതിയെയും കാണിക്കുകയാണ്. അപ്പോൾ ശ്രുതി ആ കുട്ടികൃഷ്ണനെയും കയ്യിൽ വെച്ചിട്ട് പറയുകയാണ്, എൻ്റെ കുട്ടികൃഷ്ണ, എനിക്ക് ഈ നാട്ടിൽ നിന്ന് പോകണം കുട്ടികൃഷ്ണ, ഞാനിവിടെ നിൽക്കുന്നത് എന്തിനാ മറ്റുള്ളവരുടെ കണ്ണിലൊരു കരടായിട്ട് ഞാനിവിടെ നിൽക്കുന്നത്? പിന്നെ ഈ നാടെനിക്ക് വെറുത്തുപോയി, ഈ നാടെനിക്ക് സങ്കടം മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് കൃഷ്ണ, ഇനിയിപ്പോൾ അവിടെ ചെല്ലുന്നത് വരെ വിശ്രമമുള്ളൂ കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിച്ച് നിൽക്കാം. അല്ലെങ്കിലും എനിക്കിവിടെ ആരുണ്ടായിട്ടാണ് അല്ലേ? അപ്പോൾ നമ്മുടെ അങ്ങനെ പറയുമ്പോഴും ശ്രുതിയോടെ കരയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എൻ്റെ ഈ കണ്ണീര് അത് സങ്കടക്കണ്ണീരെന്നല്ല കേട്ടോ. അല്ലെങ്കിലും ഞാൻ ആർക്ക് വേണ്ടിയാണ് സങ്കടപ്പെടുന്നത്? എനിക്ക് ഈ നാട്ടിൽ ആരുമില്ലല്ലോ, ഞാൻ ആരെക്കുറിച്ച് ഓർത്തും ദുഃഖിക്കേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ കുട്ടികൃഷ്ണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി കരഞ്ഞ് ആ വിഗ്രഹം അവിടെ വെക്കുകയാണ്. ശ്രുതിക്ക് ഭയങ്കര സങ്കടമുണ്ട്. എന്തുകൊണ്ടാണോ ഏതുകൊണ്ടാണോ എന്ന് നമുക്കൊന്നും അശ്വിനോട് കുറച്ച് സ്നേഹമൊക്കെ ഉണ്ട് നമ്മുടെ ശ്രുതിക്ക്, പക്ഷെ അതൊന്നും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതേപോലെ തന്നെ അശ്വിനും ഉണ്ട്. അശ്വിൻ നല്ല ഉറക്കമാണ്. ആ ഉറക്കത്തിൻ്റെ സമയത്തും
ശ്രുതി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മുടെ അശ്വിൻ ചിന്തിക്കുന്നത്. എന്നെ കാണുന്നതും എന്നോട് സംസാരിക്കുന്ന നിങ്ങൾക്ക് വെറുപ്പല്ലേ? ഞാൻ നാട്ടിൽ നിന്ന് പോവുകയാണ്, ഇനി എൻ്റെ മുഖം നിങ്ങൾ കാണില്ല, എന്നെയും കാണില്ല, ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുകയാണ് എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഉറക്കപ്പിച്ചിൽ നമ്മുടെ അശ്വിൻ കാണുകയാണ്. അപ്പോൾ അശ്വിൻ അവിടെ നിന്ന് ചാടി എണീറ്റിട്ട് ശ്രുതി പോകരുത്, ശ്രുതി നീ ഇവിടെ നിന്ന് പോകരുത് ശ്രുതി എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഉറക്കത്തിലാണ് ഈ എല്ലാ കാര്യങ്ങളും പറയുന്നത്. പെട്ടെന്ന് കണ്ണുറ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ, താൻ കണ്ടത് വെറും സ്വപ്നമായിരുന്നോ എന്ന് ചിന്തിച്ച് താൻ എന്തിനാണ് ശ്രുതിയെക്കുറിച്ച് മാത്രം ഇങ്ങനെ സ്വപ്നം കാണുന്നത്, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ ചെടികളെല്ലാം നനയ്ക്കുകയാണ്. ചെടികളെല്ലാം നനച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണ്ട, എന്തിനാ ഞാൻ ശ്രുതിയെക്കുറിച്ച് ആലോചിക്കുന്നത്? ശ്രുതി എൻ്റെ ഓഫീസിൽ വെറും സ്റ്റാഫല്ലേ, ആ സ്റ്റാഫിനെ കുറിച്ച് ഞാനിങ്ങനെ ആലോചിക്കേണ്ട വല്ല കാര്യമുണ്ടോ? വേണ്ട, ഇനി അവളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് പാടില്ല. അവളെൻ്റെ ഓഫീസിൽ നിന്ന് പോയി, അതോടെ ശ്രുതി എന്നുള്ളൊരു ക്യാരക്ടറും എൻ്റെ ജീവിതത്തിൽ അവസാനിച്ചു. ഇനി ശ്രുതിലക്ഷ്മി എൻ്റെ ജീവിതത്തിൽ ഒരു പേര് മാത്രമായിരിക്കും, ഒരു പെണ്ണിൻ്റെ പേര്, അത് മാത്രമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഈ അശ്വിൻ വല്ലാത്തൊരു കടുത്ത തീരുമാനം എടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും അതേപോലെ തന്നെ പ്രീതിയും കൂടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാണ്. അപ്പോൾ ശ്രുതി എന്തൊക്കെയാണ് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അശ്വിനെ കുറിച്ച് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രീതിയാണെങ്കിൽ ശ്രുതി ആ മസാലപ്പൊടിയൊന്നും എടുത്ത് ശ്രുതി, പക്ഷേ ശ്രുതി ഇതൊന്നും കേൾക്കുന്നില്ല. ശ്രുതിയാണെങ്കിൽ ഭയങ്കര ചിന്തയിലാണ്. അപ്പോൾ പ്രീതി അവിടെ വന്നിട്ട് ശ്രുതി എന്ന് പറഞ്ഞു. അത് പിന്നെ ചേച്ചി ഞാൻ ബുക്ക് ചെയ്തപ്പോൾ പറഞ്ഞത് നാളെ വൈകുന്നേരത്തേക്കാണ് ട്രെയിൻ എന്നാണ് പറഞ്ഞത്, നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പുറപ്പെടാം ചേച്ചി. അപ്പോൾ സംബന്ധമില്ലാത്ത കാര്യങ്ങളെല്ലാം അവിടെ ശ്രുതി പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട പ്രീതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നി, ഇവർക്ക് ഇത് എന്താ പറ്റിയത് എന്നൊക്കെ ആലോചിച്ച്. പിന്നീട് നമ്മുടെ ശ്രുതി ഒന്നും ആലോചിക്കാതെ അവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സി അഗൈൻ. ബൈ.